വൈഫും മകനും സുഖമായിട്ടിരിക്കണം. വീട്ടിലുണ്ട്. ഞാനിപ്പോ വീട്ടിലേക്കാണ് പോകുന്നത്. ഹാപ്പിയാണ്. നല്ല ലൈഫ് പോകുന്നു. സന്തോഷമാണ്. ഈ ഒരു സമയത്ത് തന്നെയാണോ ഫാമിലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ ആക്ച്വലി ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടി മതി. നമുക്ക് 6 മാസമായതിനും കുട്ടിയായി. അത് തന്നെ. ഞാൻ ഒരു കൊല്ലം 1-2 കൊല്ലമായിട്ട് ദൈവമാണ് തരുന്നത്. നമ്മളിതിന് വേണ്ടിയിട്ടുള്ള ഒരു ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അപ്പോൾ പടച്ച തമ്പുരാൻ നമുക്ക് തരുന്നത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ള ഇതുണ്ട്. അതിപ്പം സന്താനഭാഗ്യമാണെങ്കിലും വീടാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും എല്ലാം ദൈവത്തിന്റെ ഒരു കൃപയാണ്. നമ്മൾ ഹാപ്പിയായിട്ട് അത് സ്വീകരിക്കുക. ബേബി വന്നതിന് ശേഷമാണ് ഒരു ഭാഗ്യം വന്നത് വണ്ടി എടുക്കാൻ. എന്റെ മകൻ എനിക്കൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്നൊരു ഇതാണ്. എന്റെ ചിരിയും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് എന്റെ മകൻ. എന്റെ വൈഫാണ് ലക്കി ചാം എന്ന് പറയാൻ. ഭാര്യ എന്നപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി ലൈഫിൽ ഒരു മെച്യൂരിറ്റി വന്നത്. എന്താ പറയാ, മെച്യൂരിറ്റി കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങി. നമ്മൾ കാണുന്നുണ്ട് അതെ, എന്റെ മോശം സമയത്തും എന്റെ നല്ല സമയത്തും എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയത്. അതുപോലെ എന്റെ ഉമ്മയുണ്ട്, എന്റെ കുടുംബം എല്ലാവരും ഉണ്ട്. കേട്ടോ, അതൊരു ഇതാണല്ലോ. നമ്മൾ പുതിയൊരു ഫാമിലി ആയല്ലോ, വൈഫും മകനും ഒന്നും. കുറച്ച് വയസ്സുള്ളൂ. ഞാനങ്ങനെ ഒരു വലിയ സാമ്പത്തികമൊന്നും അങ്ങനെ കീപ്പ് ചെയ്ത് ഭയങ്കര പൊങ്ങച്ചം കാണിക്കുന്ന ഒരാളല്ല. ഞാൻ നോർമൽ ലൈഫ് സ്റ്റൈലല്ല. നിങ്ങളെന്തെങ്കിലും കണ്ടാണ് ഞാൻ ഓവർ പൊങ്ങച്ചോ ഓവർ പൊങ്ങിത്തരം എന്നൊക്കെ പറയണ, അല്ലെങ്കിൽ ഓവർ കാണിച്ചു കൂട്ടുന്ന ആളല്ലോ. ഒരു വർഷത്തിൽ ഇത്ര ഇനാഗുറേഷൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കൗണ്ട് ചെയ്തിട്ടുണ്ട്? ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല. ഞാൻ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. ബിക്കോസ് ഓഫ് എന്റെ ഏറ്റവും കൂടുതൽ ഇനാഗുറേറ്റ് ചെയ്ത ഒരുപാട്. ഞാൻ ജിമ്മൊക്കെയാണ് കൂടുതൽ. ജിമ്മ്, സലൂൺ, ഞാൻ നോക്കിയിട്ടില്ല. ഒരു മാസത്തിൽ ഞാൻ കൗണ്ട് ചെയ്യാറില്ല. അങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്നത് കൗണ്ടിങ് ചെയ്യാറില്ല. ആരും എനിക്കറിയില്ല. വൈദ്യുതി മന്ത്രിയുടെ അറിയില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരും എനിക്കറിയില്ല. മുഖ്യമന്ത്രിയുടെ പേര് സ്പോർട്സ് മന്ത്രിയുടെ പേര് അറിയാം. മറ്റേ അഡ്വക്കേറ്റ് ഇവിടെ ഉള്ളതാണ്, തൃശ്ശൂരുള്ള. മുഖ്യമന്ത്രിയുടെ പേര് അത് നമുക്ക് സതീശൻ സാർ. അല്ലെങ്കിൽ എല്ലാ മന്ത്രിമാരുടെ പേര് അറിയില്ല ബ്രോ. ഞാൻ എന്റെ സ്പോർട്സ് അല്ല, ഞാൻ ആ ഇലക്ഷന് മാത്രമാണ് പൊളിറ്റിക്സ് സംസാരിക്കുക. എനിക്ക് ഇപ്പോഴൊന്നും പൊളിറ്റിക്സ് സംസാരിക്കുന്നത്. ഞാൻ പൊളിറ്റിക്കലി വലിയ ഞാനാകെ ഈ സ്പോർട്സ് ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ, എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തിന് ഇതൊക്കെ അറിഞ്ഞിരിക്കണം വല്ല നിർബന്ധമുണ്ടോ? സ്കൂളിൽ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വല്ല PSC ടെസ്റ്റ് ചെയ്തെങ്കിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിലൊക്കെ ചോദിക്കും. അല്ലാണ്ട് പ്രത്യേകിച്ച് ഉപകാരങ്ങൾ ഉണ്ടോന്ന് എനിക്കറിയില്ല. കാര്യം ഇത് അറിഞ്ഞിരുന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞത് ഇതിനെപ്പറ്റി ഇപ്പൊ ഞാൻ പറഞ്ഞത് PSC ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് മന്ത്രി ആരാന്നൊക്കെ ചോദിക്കുക. അല്ലെങ്കിൽ പിന്നെ ഗതാഗത മന്ത്രികളൊക്കെ ചോദിക്കുന്നത് ടെസ്റ്റുകളാണ്. ഇപ്പൊ PSC ടെസ്റ്റ്, ജോലിക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ആകുമ്പോൾ സമയത്ത് ഇന്റർവ്യൂവിലൊക്കെ ചോദിക്കും. ആഭ്യന്തരം രമേശ് ചെന്നിത്തല സാറല്ലേ? അതെനിക്കറിയാം. ഞാൻ ആഘോഷിക്കുന്നത്. ഞാൻ മമ്മൂക്ക ഫാനാണ്. എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ന്യൂസ് ഇന്നലെ കേട്ടപ്പോ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. എനിക്ക് പുഷ്പ, നമ്മൾ തെലുങ്കിലേക്കും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ നമ്മുടെ മാണിക്കോടെ കിടക്കുക. മമ്മൂക്ക രാജമാണിക്യം. ഈ പുഷ്പ 2 അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോ അതിൽ എന്താ തോന്നുന്നു? ബ്രോ, പുഷ്പ എന്ന് പറഞ്ഞ മൂവി കിടിലൻ മൂവിയാണ്. അതിലെ മേക്കിങ്ങും ക്യാമറ ടെക്നിക്കും കണ്ടോ? അതിൽ ആ ഒരു ഫൈറ്റ് മുതൽ ബൈക്കിൽ ഇരുന്നിട്ട് ബൈക്ക് കൊണ്ട് ആ ചന്ദനത്തിന്റെ ഒരു ഫൈറ്റ് കണ്ടോ? അത് മാത്രം മതി ആ സിനിമയെ ഭയങ്കര ഹൈലൈറ്റ്. അതുകൊണ്ടാണ് നാഷണൽ അവാർഡ് കൊടുക്കാൻ. ഞാൻ നാഷണൽ അവാർഡ് കൊടുക്കുന്നത് KGF കൊടുക്കുന്നതാണ് ഞാൻ പറയുന്നത്. KGF ആണ് കുറച്ചുകൂടി, അതിനേക്കാളും കുറച്ചുകൂടി ഗംഭീര പടം. പുഷ്പനേക്കാളും ഗംഭീര പടം KGF ആണ് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ. കാര്യം തെലുങ്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ഇൻഡസ്ട്രി ആണ്. അതിൽ നിന്ന് KGF എന്ന് പറഞ്ഞ മൂവി യശ് അഭിനയിച്ച ആ പടത്തിന് കൊടുക്കുമെന്ന് ഞാൻ പറയുന്നു. കാര്യം അത് വല്ലാത്തൊരു പടമാണ്. അതിലെല്ലാ പാട്ടും അടിപൊളിയാണ്. പുഷ്പ നല്ല പടം കേട്ടോ. എനിക്ക് അല്ല, പുഷ്പനേക്കാൾ എന്റെ ഓപ്ഷൻ എപ്പോഴും KGF ആണ്. റോക്കി അതെനിക്കൊരു ഭയങ്കര ഒരു ട്രെൻഡിങ്. പുഷ്പനേക്കാൾ ട്രെൻഡിങ് എനിക്ക് റോക്കി ബായ് തന്നെയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല? ഇല്ല ബ്രോ, ചെയ്തിട്ടില്ല. ഞാൻ ഞാൻ ഒരു ഉദ്ഘാടനം വീഡിയോ, ഞാൻ ഒരു അക്കൗണ്ട് കണ്ടിട്ടില്ലേ ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ അക്കൗണ്ട് കണ്ടില്ല. ഈ ഉദ്ഘാടനത്തിൽ 3 വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഞാൻ നോണ ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്തിട്ടില്ല ബ്രോ. ഞാൻ ആരും ചെയ്തിട്ടില്ല. വെറുതെ കാശ് കളയാൻ പറ്റില്ല. ആ പൈസ ഞാൻ വേറെ ചെയ്യും. ഞാൻ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഒരു പെണ്ണ് ചെയ്തിട്ടുണ്ട്. മഴയല്ല, നമ്മുടെ നാട്ടിലും മഴ പെയ്യുന്നുണ്ട്. എവിടെയൊക്കെ ലൈൻ കമ്പി പൊട്ടുകയോ പിന്നെ അത് നന്നാക്കാനായിട്ട് ഈ മഴക്കാലത്ത് അത് ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആൾക്കാര് അവിടെ പോയി നന്നാക്കാൻ ടാസ്ക്കാണ്.
വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കേരളത്തിന് പറ്റുന്നില്ല. ഇവിടെ ഡാമൊക്കെ ഉണ്ട്, മുല്ലപ്പെരിയാർ ഡാമൊക്കെ ഉണ്ട്, അവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. വൈദ്യുതി എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പക്ഷെ 2 സംസാരിക്കുന്നില്ല. ഡയറക്റ്റാണ് പവർ കട്ട് പോകുന്നത്, അത് കുറച്ച് പ്രശ്നമാണ്. പവർ കട്ട് എല്ലാ പണ്ടൊരു പവർ കട്ട് ഉണ്ട്. പക്ഷെ പവർ കട്ട് 2 ഡയറക്റ്റ് പോയി ഞാൻ അപൂർവമായിട്ടാണ്, എനിക്ക് എന്റെ അറിവിൽ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഞാൻ ശ്രദ്ധിക്കാറില്ല സത്യമായിട്ട്. ഞാനതിന് ഞാൻ പിന്നെ മീഡിയയിൽ ഇത് കാണുന്ന ന്യൂസിലൊക്കെ ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ കാണുമ്പോൾ പക്ഷെ ആളുകൾ പറയുന്നത് ഇപ്പൊ പ്രിയദർശിനി വഴി കുറെ നഷ്ടം സർക്കാരിന് വരുന്നുണ്ടല്ലോ. ആ നഷ്ടം ഒരു വഴിക്ക് നികത്താൻ വേണ്ടി ഇപ്പുറത്തെ പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുന്നുള്ള രീതിയിൽ പറയുന്നത്. ഞാനിത് പറയാൻ യോഗ്യനല്ല. കാര്യം ഞാൻ പൊളിറ്റിക്കലി സ്റ്റേറ്റ്മെന്റിൽ കൊടുക്കുന്ന ഇലക്ഷന്റെ സമയത്ത് നിർത്തിയ ഒരാളാണ്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിനെ പറ്റിയുള്ള സാധാരണ ജനത എന്നല്ലേ ഞാൻ പറഞ്ഞത് പവർ കട്ടിന് ഞാൻ യോജിക്കുന്നില്ല. രാത്രി പവർ കട്ട് വന്ന നോർമൽ മനുഷ്യന്റെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഇപ്പൊ ചെറിയ കുട്ടികൾ, ഇപ്പൊ എന്റെ വീട്ടില് മകനുണ്ട്, എനിക്ക് 3 മാസമേ ഉള്ളൂ. അപ്പൊ അവന് ഉറങ്ങാനൊന്നും ഭയങ്കര കൊതുക് കൊത്തും, ചിലപ്പോ വെളിച്ചം ഉണ്ടാവില്ല, ഫാൻ ഉണ്ടാവില്ല, അപ്പൊ അവന് ഉറങ്ങാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഈ ചെറിയ കുട്ടികളുടെ വീട്ടിലറിയാൻ പറ്റില്ല, അവര് 3 hours മേടിക്കും. ആ 3 hours കഴിയുമ്പോൾ കറക്റ്റ് സമയത്ത് അവർക്ക് ഉറങ്ങാൻ പറ്റില്ല, അവർക്ക് ഭയങ്കരമായിട്ട് കരയും. അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ജാനെ ഭയങ്കര വിമർശിച്ചിട്ട് ജാന്റെ പടങ്ങൾ പൊട്ടിക്കും എന്ന രീതിയിൽ ഞാൻ ഓടിക്കില്ല എന്ന രീതിയിൽ. അത് ഞാൻ കണ്ടില്ല. ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. നവ്യ ചേച്ചി ഇങ്ങനെ തൃശ്ശിയുടെ ഒരു വിജയ് സാറിന്റെ ഒരു ധ്യാനം ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കണ്ടിട്ടുണ്ട്. അത് മാത്രമേ കണ്ടിട്ടുള്ളൂ.